ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ്. നമ്മൾ മീൻ കഴുകി കഴിഞ്ഞാൽ മീനിൻ്റെ മണം കയ്യിൽ നിന്ന് പോകാൻ കുറച്ച് പണിയാണല്ലേ. മീനൊക്കെ നന്നാക്കി വെച്ചിട്ട് എന്തെങ്കിലും പരിപാടിക്ക് പോകാനാണെങ്കിലോ മീൻ മണം കയ്യിൽ നിന്ന് പോകാൻ പെടാപ്പാട് പെടണം. എത്ര ലിക്വിഡ് ഇട്ട് കൈ കഴുകിയാലും ഹാൻഡ് വാഷ് ഇട്ടാലും മീൻ മണം പോകില്ല. പ്രത്യേകിച്ച് മത്തീൻ്റെ ഒക്കെ മണം. രുചിയിൽ അടിപൊളി മത്തിയാണെങ്കിലും മണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് മത്തി വാങ്ങാത്ത ആൾക്കാരെ എനിക്കറിയാട്ടോ. മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മീൻ മണം എങ്ങനെ മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. മീൻകറിയിലേക്ക് കൊഴിക്കുന്ന പുളിയുടെ ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ട് കൈ നന്നായിട്ട് തിരുമ്മി കഴുകിയാൽ മീൻമണം നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. ഇനി കറിക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്ന സമയത്ത് പുളിൻ്റെ ബാക്കി നമ്മൾ കളയാതെ എടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ ഇത് ഞാൻ എടുത്ത് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ എടുത്തതല്ല, ഇത് മുമ്പ് എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഈ പുളിൻ്റെ വേസ്റ്റ് നമുക്ക് ഇതുപോലെ കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്മിയാൽ മതി, നല്ലപോലെ മണം മാറി കിട്ടും കേട്ടോ. ഞാൻ ഈ പറയുന്ന ടിപ്സുകളെല്ലാം ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ കുറച്ച് സമയം നന്നായിട്ട് കൈ വിരലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇട്ട് നല്ലപോലെ തിരുമ്മിയാൽ മതി കേട്ടോ. അടുത്തൊരു ടിപ്പ് നോക്കിയാലോ. വീട്ടിലുണ്ടാവുന്ന പേസ്റ്റ് വെച്ചിട്ടാണ് അടുത്ത ടിപ്പ് പറയാൻ പോകുന്നത്. പേസ്റ്റ് കൊണ്ട് പല്ല് വെളുക്കൂല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റു പല ഉപയോഗങ്ങളും ഉണ്ട്. പേസ്റ്റ് കൊണ്ട് കൈ കഴുകണ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് കൈ ഭയങ്കര സ്മെല്ലായിരിക്കുമ്പോൾ ഈ പേസ്റ്റ് കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. കൈൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇതേപോലെ തന്നെ ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് കൈ കഴുകി കളഞ്ഞാൽ മീനിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. മീൻ മുറിച്ച സ്മെല്ലേ ഉണ്ടാവില്ല. മത്തിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. പേസ്റ്റ് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പേസ്റ്റിന്റെ കവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് ഇതുപോലെ കലക്കി കയ്യിലും കത്തിയിലും കട്ടിംഗ് ബോർഡിലും കത്രികയിലൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തേച്ചിട്ട് കഴുകി കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ലപോലെ സ്മെല്ല് മാറി കിട്ടും. എന്നിട്ട് ഈ ബാക്കി വരുന്ന വെള്ളം നമ്മൾ സിങ്കിലേക്ക് ഇതുപോലെ ചുറ്റിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മുതൽ നമ്മൾ പേസ്റ്റിന്റെ കവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ പേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തായിട്ട് നമുക്കൊരു ടിപ്പ് നോക്കാം. ചെറുനാരങ്ങ വെച്ചിട്ടാണ് ഈ ടിപ്പ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലെ മീൻമണം മാറാൻ വേണ്ടിയുള്ള ടിപ്പാണ് കേട്ടോ അത്. ചെറുനാരങ്ങ ഇതുപോലെ മുറിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തിരുമ്മി കൊടുത്താൽ മതി. എല്ലായിടത്തും ആവണ വിധത്തിൽ നല്ല പോലെ ഇങ്ങനെ ഉരച്ചുരച്ച് കൊടുക്കാം. നമുക്ക് ഈ ചെറുനാരങ്ങേൻ്റെ വേണമെന്നില്ല. ലൈമൊക്കെ അടിച്ചിട്ട് ബാക്കിയാവുന്ന ചെറുനാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, അത് നമ്മൾ ചിലരൊക്കെ വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ചെറുനാരങ്ങയുടെ തൊണ്ട് ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ വിനാഗിരിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ നല്ലപോലെ ഒഴിച്ച് കഴുകി കൊടുത്താലും മതി കേട്ടോ. മീനിൻ്റെ മണം പെട്ടെന്ന് മാറും. നമ്മളിപ്പോൾ കയ്യിൽ ഉരച്ച ചെറുനാരങ്ങ ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് കത്തിയും കട്ടിംഗ് ബോർഡും കത്രികയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് ലാസ്റ്റത്തെ ടിപ്പ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് കട്ട കിട്ടിയ കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാപ്പിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. കട്ട പിടിച്ചു പോയി. അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് അത് കയ്യിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുത്താലും മീൻമണമൊക്കെ വേഗം മാറാൻ വളരെ നല്ലൊരു സാധനമാണ് കാപ്പിപ്പൊടി. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ എല്ലാ ടിപ്സും 100% ഞാൻ പരീക്ഷിച്ച് റിസൾട്ട് കണ്ട ടിപ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നാലാണ് മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.